ചരിത്രപ്രസിദ്ധമായ കന്നി 20 പെരുന്നാളെത്തിയിട്ടും തെരുവിളക്കുകൾ തെളിയുന്നില്ലെന്ന് പരാതി. നഗരസഭയുടെ 31 വാർഡുകളിലും തെളിയാത്ത വഴിവിളക്കുകൾ മാറ്റിസ്ഥാപിക്കാനോ പ്രവർത്തന സജ്ജമാക്കാനോ മുനിസിപ്പൽ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി ഓലച്ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. ലക്ഷോപലക്ഷം തീർത്ഥാടകർ കാൽനടയായി കോതമംഗലത്ത് എത്തിച്ചേരാനിരിക്കെ നഗരസഭയുടെ 31 വാർഡുകളിലും വഴിവിളക്കുകൾ തെളിയാത്തതിൽ പ്രതിഷേധിച്ചാണ് കോതമംഗലം ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓലച്ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചത്. തെളിയാത്ത വഴിവിളക്കുകൾ മാറ്റിസ്ഥാപിക്കുവാനോ പ്രവർത്തന സജ്ജമാക്കാനോ CPM നേതൃത്വം നൽകുന്ന മുനിസിപ്പൽ ഭരണസമിതി തയ്യാറാവണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നിയോജകമണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷനായ പ്രതിഷേധ സംഗമം KPCC അംഗം AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. 50-ന്റെ 70-ന്റെ ലൈറ്റ് 25-ന്റെ ലൈറ്റാണ് ഉള്ളിൽ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് അവകാശപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ചെറിയ മിന്നാമിന് പോലെ വെട്ടം മാത്രമേ ഉള്ളൂ. താഴത്തേക്ക് വെട്ടമില്ലാത്തൊരു വളരെ ദയനീയമായ അവസ്ഥ വരാത്തുന്നത്. അതുകൊണ്ട് ഈ ശക്തമായ നടപടി ഞങ്ങളിൽ നിന്നിവിടെ ആരംഭിക്കുന്നുള്ളൂ. ഇപ്പോൾ പെരുന്നാളിൽ കഴിയുമ്പോൾ അതിശക്തമായ രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസും ശക്തമായ രീതിയിലേക്ക് മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൌൺസിലർമാരായ നോബ് മാത്യു, ലിസി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.